രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 2 പേർ ആനിയിറങ്കൽ ജലാശയത്തിൽ മുങ്ങി മരിച്ചു. പഞ്ചായത്ത് അംഗം മഞ്ഞക്കുഴി തച്ചമറ്റത്തിൽ ജെയ്സൺ, സുഹൃത്ത് മോളോക്കുടിയിൽ ബിജു എന്നിവരാണ് മരിച്ചത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. തിങ്കളാഴ്ച വൈകുന്നേരം 4-നാണ് 4-അംഗ സംഘം ആനിയിറങ്കൽ ജലാശയത്തിലെത്തിയത്. ഡാമിന് സമീപം കുളിക്കാനിറങ്ങിയ സംഘത്തെ ഡാം സുരക്ഷാ ജീവനക്കാർ പിന്തിരിപ്പിച്ച് മടക്കി അയച്ചു. തങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ച ശേഷം ജെയ്സണും ബിജുവും വീണ്ടും ആനിയിറങ്കൽ ഡാമിലെത്തി. ഇവിടെ കുളിക്കാൻ ശ്രമിക്കുമ്പോൾ അബദ്ധത്തിൽ വെള്ളത്തിൽ വീണ ബിജുവിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ജെയ്സണും അപകടത്തിൽപ്പെട്ടതെന്നാണ് നിഗമനം. ബിജുവിന്റെ വസ്ത്രങ്ങളും ചെരുപ്പും കരയിൽ തന്നെ ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച രാത്രി മുതൽ ഇരുവരുടെയും ബന്ധുക്കൾ ഇവർക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് രാവിലെ ആനിയിറങ്കലിന് സമീപം ജെയ്സന്റെ വാഹനം കിടക്കുന്നത് കണ്ട ചില നാട്ടുകാരാണ് ഡാം സുരക്ഷാ വിഭാഗം ജീവനക്കാരെ വിവരമറിയിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബിജുവിന്റെ വസ്ത്രങ്ങളും ഇരുവരുടെയും മൊബൈൽ ഫോണും കരയിൽ നിന്ന് ലഭിച്ചു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ശാന്തൻപാറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെയാണ് ജലാശയത്തിൽ പരിശോധന നടത്തിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു പറഞ്ഞു. വളരെ ദാരുണമായൊരു സംഭവം നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ 6-ാം വാർഡ് മെമ്പറാണ്. കൂടെ തന്നെ അദ്ദേഹത്തിന്റെ തൊട്ടയൽവാസിയായിട്ടുള്ള ബിജു മോളക്കുടിയിൽ എന്ന് പറയുന്ന ആളും അവർ കുളിക്കാൻ ഇറങ്ങിയതാണെന്നാണ് കരുതുന്നത്. എന്താണെങ്കിലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമായി പോയി. 2 പേരും മരണപ്പെട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ജെയ്സന്റെ മൃതദേഹം ജലാശയത്തിൽ നിന്ന് ലഭിച്ചത്. ബിജുവിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ തൊടുപുഴ, കോതമംഗലം എന്നിവിടങ്ങളിൽ നിന്നും 2 സ്കൂബ ടീമുകളും എത്തി തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇതിനിടയിലാണ് ബിജുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മാർച്ച് 2-ന് മകൾ കൃഷ്ണയുടെ വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരിക്കെയാണ് ബിജുവിന്റെ മരണം.